നമസ്കാരം. ഒരു വീട്ടിൽ പല തരത്തിലുള്ള ജീവികളും വരുന്നതാണ്. ആ ജീവികൾ ശുഭകരമായ ഫലങ്ങളോ അശുഭകരമായ ഫലങ്ങളുടെയോ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീടുകളിൽ കാണുവാൻ സാധ്യതയുള്ള പല വീടുകളിലും കാണുവാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് പഴുതാര. പഴുതാര നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, എന്താണ് സംഭവിക്കുക എന്ന സൂചനകളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഭദ്രകാളി ദേവിയെ വന്ദിക്കുക. ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. അടുക്കളയിലാണ് പഴുതാരയെ നിങ്ങൾ കാണുന്നത് എങ്കിൽ ആ കുടുംബനാഥയ്ക്ക് ചില കാര്യങ്ങളിൽ ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രധാനമായും മനസുഖം കുറയുന്നതായ സാഹചര്യം, മനസ്സിൽ സന്തോഷം ഉണ്ടാകണം എന്നില്ല, പല ചിന്തകൾ, ആകുലതകൾ വന്നു ചേരാം. ചെറുതായ ആരോഗ്യ പ്രശ്നങ്ങൾ ആ കുടുംബനാഥയ്ക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരം ചില കാര്യങ്ങൾ അടുക്കളയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോവുകയും ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ സമയത്ത് എന്തെങ്കിലും വഴിപാട് മറന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതായ വഴിപാട് നടത്തുവാൻ സാധിക്കാതിരിക്കുന്നതായ സാഹചര്യത്തിലും ഇപ്രകാരം നിങ്ങൾക്ക് പഴുതാരയെ കാണുവാൻ സാധിക്കും. ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരുന്ന സാഹചര്യത്തിൽ പഴുതാരയെ കാണുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കുക. അതിനാൽ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. വീണ്ടും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വഴിപാട് മറന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ വഴിപാട് ഓർത്ത് നിങ്ങൾ നടത്തേണ്ടതും അനിവാര്യമാകുന്നു. ഇനി അഥവാ ആ വഴിപാട് നടത്തുവാനുള്ള സാഹചര്യം നിങ്ങൾക്കിപ്പോൾ ഇല്ല എങ്കിൽ അത് ആ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയങ്ങൾക്ക് ശേഷം, നാളുകൾക്ക് ശേഷം ആ വഴിപാട് നടത്താം എന്ന് പ്രാർത്ഥിക്കുക. ആ കാര്യവും പ്രത്യേകം ഓർക്കണം. നിങ്ങൾ യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ വലതു നിന്നും ഇടത്തോട്ടാണ് എങ്കിൽ, അപ്രകാരമാണ് പഴുതാരയെ കണ്ടത് എങ്കിൽ അത് അശുഭകരമായ ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യം, ആ വിചാരിച്ചതായ കാര്യം നടക്കില്ല എന്നും നടക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങളിൽ ചില വിഘ്നങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളാലും മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും കടന്നു വരാം. അതിനാൽ ഈ കാര്യങ്ങളിൽ അഥവാ ചെയ്യുന്നതായ ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. ചെരുപ്പിന് ഉള്ളിലാണ് നിങ്ങൾ പഴുതാരയെ കാണുന്നത് എങ്കിൽ കളവ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം കളവ് പോകുവാനുള്ള സാധ്യതകളുണ്ട്. അത് ധനമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ആകാം. അത്തരത്തിൽ എന്തൊരു കാര്യവും അഥവാ ഏതൊരു കാര്യവും നിങ്ങളിൽ നിന്നും നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് ഈ സൂചനയിലൂടെ അർത്ഥമാക്കാം. അതിനാൽ ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലാണ് പഴുതാരയെ കാണുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിനാൽ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുക. ആ ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടതും അനിവാര്യമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നത് അതിനാൽ അശുഭകരമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പുണ്യഗ്രന്ഥങ്ങളിൽ വിഗ്രഹത്തിന് ഇടയിലായി കാണുകയാണ് എങ്കിലും ഈശ്വരാധീനം കുറയുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളിലും പുനർവിചിന്തനം നടത്തണം എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഈശ്വരാധീനം നിങ്ങളിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം. അതിനാൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ഇഷ്ടദേവതയെ നിങ്ങൾ ആരാധിക്കണം, കുടുംബദേവതയെ നിങ്ങൾ ആരാധിക്കണം,
ഗ്രാമദേവതാ ക്ഷേത്രത്തിലോ അടുത്തുള്ള ക്ഷേത്രത്തിലോ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളാൽ സാധിക്കുന്ന വഴിപാടുകൾ നിങ്ങൾ നടത്തുക. തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. സർപ്പദോഷവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് സർപ്പദോഷത്തെ സൂചിപ്പിക്കുന്നതായ കാര്യങ്ങൾ ആയില്യം നാളിൽ പഴുതാരയെ കാണുന്നതാണ്. കൂടാതെ വെളുത്തവാവ് ദിവസം പഴുതാരയെ നിങ്ങൾ കാണുകയാണ് എങ്കിലും അത് സർപ്പദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. പകൽ സമയങ്ങളിൽ, അതായത് വെളുത്തവാവ് ദിവസം പകൽ സമയങ്ങളിലും കറുത്തവാവ് ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിലും, കൂടാതെ ചൊവ്വ, വെള്ളി, ഞായർ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഴുതാരയെ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെ അർത്ഥമാക്കാം. ഒന്നിൽ കൂടുതൽ തവണ ഇപ്രകാരം പ്രധാനമായും ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കാണുകയാണ് എങ്കിൽ അത് സർപ്പദോഷത്തിൻ്റെ കാഠിന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അതിനാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ പുലർത്തുക, വഴിപാടുകൾ ചെയ്യുക. സൗഖ്യം കുറയുകയും സന്താനങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നാഗക്ഷേത്ര ദർശനമാണ് പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ വഴിപാടുകളായി മഞ്ഞൾപ്പൊടി സമർപ്പണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. പാലും നൂറും വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ നക്ഷത്ര നാളിലാണ് പഴുതാരയെ കാണുന്നത് എങ്കിൽ, കുടുംബാംഗങ്ങളുടെ നക്ഷത്ര നാളിലാണ് വരുന്നത് എങ്കിൽ അത് അവർക്ക് അത്ര ശുഭകരമായ സൂചനയല്ല. പല വിധത്തിലും തിരിച്ചടികൾ അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ, ശത്രുദോഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ശുഭകരമല്ല ഈ സൂചന എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. പ്രബലനായ ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു എന്ന സൂചനയാണ്. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതായ വസ്തുക്കൾക്കിടയിൽ പഴുതാരയെ കാണുന്നതിലൂടെ സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വലിയ പ്രഹരം തന്നെ അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതിനാൽ നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതും ഈ കാര്യങ്ങളിൽ മുൻകരുതൽ എടുക്കുന്നതും ശുഭകരമായി തീരും. കൂടാതെ നിങ്ങൾ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. പിറന്നാൾ ദിവസം നിങ്ങളുടെ പിറന്നാൾ ദിവസം കാണുകയാണ് എങ്കിൽ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് വെള്ളത്തിലാണ് എങ്കിലും പ്രധാന വാതിലിൻ്റെ അടുത്താണ് എങ്കിലും ദോഷകരമാണ്. പ്രധാന വാതിലിൻ്റെ അടുത്ത് മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ ശാപദോഷം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നും അതിനാൽ ദുരിതപൂർണമായ കാര്യങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. നിങ്ങൾ കിടക്കുന്നതായ കിടക്കയിലോ അല്ലെങ്കിൽ വീട്ടിലെ കിടക്കയിലോ ഇപ്രകാരം പഴുതാര വീഴുന്നു എങ്കിൽ ഭാര്യാഭർത്തൃ കലഹം വന്നു ചേരും എന്നും അതിനാൽ ചില അകൽച്ചകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നും അകന്ന് ജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വരാം എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഈ ഒരു സൂചനയും ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. പങ്കാളിക്ക് ദൃഷ്ടിദോഷം ബാധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കാം. പങ്കാളിക്ക് ദൃഷ്ടിദോഷം സംഭവിക്കുകയാണ് എങ്കിലും ഈ കാര്യം സംഭവിക്കാം. വാഹനത്തിൽ നിങ്ങൾ പഴുതാരയെ കാണുകയാണ് എങ്കിൽ ആ വാഹനവുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ, അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം. അതിനാൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും മൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. സമർപ്പിക്കുന്നതായ പുഷ്പത്തിൽ, ദേവതയ്ക്ക് സമർപ്പിക്കുന്നതായ പുഷ്പത്തിലോ പ്രസാദത്തിലോ ഇപ്രകാരം പഴുതാരയെ കാണുകയാണ് എങ്കിൽ അത് ആ ദേവത കോപത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ടാകാം, കുടുംബദേവത, ഗ്രാമദേവതയുമായി ബന്ധപ്പെട്ടാകാം. അതിനാൽ തന്നെ തീർച്ചയായും ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും
തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. വസ്ത്രത്തിലാണ് പഴുതാരയെ കാണുന്നത് എങ്കിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാം എന്ന സൂചനയാകുന്നു. ഈ കാര്യങ്ങൾ അതിനാൽ വളരെ പ്രധാനപ്പെട്ടതായ സൂചനകളാകുന്നു. ഈ സൂചനകൾ കാണുകയാണ് എങ്കിൽ പരിഹാരമായി കുടുംബക്ഷേത്രത്തിലേക്ക് നാണയം തലയ്ക്കുഴിഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം ഏവരും പ്രാർത്ഥിച്ച് ശുദ്ധിയോടെ തന്നെ ഇപ്രകാരം തലയ്ക്കുഴിഞ്ഞ് നാണയം മാറ്റിവെക്കുക. എല്ലാ മാസവും കുടുംബക്ഷേത്രത്തിലെ നമ്പർ വാങ്ങിവെച്ച് അർച്ചന കുടുംബാംഗങ്ങളുടെ പേരിൽ നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്, സർവ ഐശ്വര്യപ്രദമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ ബന്ധപ്പെടാനുള്ള നമ്പർ തീർച്ചയായും നിങ്ങൾ വാങ്ങി വയ്ക്കുവാൻ ശ്രമിക്കുക. എല്ലാ മാസവും ഇപ്രകാരം നടത്തുന്നതും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ചെറിയ തുക, അത് 10 രൂപയാണ് എങ്കിലും 50 രൂപയാണ് എങ്കിലും കുടുംബക്ഷേത്രത്തിലേക്ക് മാറ്റിവെക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു.